നമസ്കാരം, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റഡ് മലയാളം. ഞാൻ അനന്യ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതായത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഇപ്പോഴും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ടാസ്ക് കൊടുക്കുന്നത് നെഹ്റു തൊപ്പി ഉണ്ടാക്കാൻ തന്നെയാണല്ലേ. പക്ഷേ പലർക്കും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഇന്ന് നമ്മളുടെ ഈ വീഡിയോയിലൂടെ കളർ പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചാച്ചേതി തൊപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ നെഹ്റു ക്യാപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു A4 ഷീറ്റ് പേപ്പറാണ്. A4 ഷീറ്റ് അല്ലെങ്കിൽ ഒരു കളർ പേപ്പർ, പിന്നെ സ്കെയില്, പെൻസിൽ. അപ്പോൾ ഇത്രയും മതി. ആദ്യമായിട്ട് ഇതാ ഈ ഒരു ഷീറ്റ് പേപ്പർ ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം. ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലും കൂടെ ആയിട്ട് ഒരു 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും കൂടെ നേരെയാണ് ഇരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ഭാഗം, അതായത് ഈ പോയിന്റ് ചെയ്ത ഭാഗം ഇങ്ങനെ മടക്കാം. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തൊരു ലൈനൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ മടക്കാം. ചുളിവൊന്നും വരരുത്, അതായത് മടക്കുമ്പോൾ ചരിവൊന്നും വരരുത്. ഇനി അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മടക്കാം. നമ്മൾ മടക്കി ഇനി ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ഈ ഒരു സൈഡിൽ തന്നെ 2 പീസുണ്ട്. ഒരു പീസ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പീസ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇതാ ഈ അറ്റം നന്നായിട്ട് ഷാർപ്പാക്കിയിട്ട് ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കണം. ഒരു കോൺ ഷേപ്പിൽ മടക്കി കൊടുത്തു. അതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഈ സൈഡ് കൂർത്ത് തന്നെ ഇരിക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ മടക്കി കൊടുത്തു. ഇനി ഈ ബാലൻസ് നിൽക്കുന്ന ഭാഗം ബാക്ക് സൈഡിലോട്ട് മടക്കി കൊടുക്കാം. അപ്പുറത്തെ സൈഡും അതുപോലെ. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ മടക്കി കൊടുത്തു. ഇനി ഇവിടെ കണ്ടോ ഈ 2 പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ദാ ഈ പേപ്പർ ഇങ്ങനെ മടക്കി കൊടുക്കാം. അത് മടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചരിഞ്ഞു പോയത്. കറക്റ്റായിട്ട് ആ രണ്ടും തമ്മിൽ മടക്കി കൊടുക്കണം. അടുത്ത സൈഡും അതുപോലെ തന്നെ മടക്കി കൊടുക്കാം. ഇനി ഇതാ ഈ ബാക്കി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഈ നടുക്കത്തെ പീസുമായിട്ട് ഈക്വലായിട്ട് നിൽക്കുന്ന രീതിയിൽ മടക്കണം. അതായത് ഇതുപോലെ. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യണം. ഈ 2 സൈഡും നമുക്ക് ഉള്ളിലോട്ട് മടക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഇപ്പുറത്തെ സൈഡും അതുപോലെ. ഇപ്പം ഇതാ കണ്ടില്ലേ, 3 പീസും ഈക്വലായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് വെക്കണം. അതായത് ഈ 4 കോർണറുകളിലേക്കും ഈ 4 കോർണർ ലോക്ക് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു സൈഡ് ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റണം. ഇപ്പുറത്തെ സൈഡും ഇത് പൊക്കിയിട്ട് ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ലോക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത പോർഷൻ. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ 3 പീസ് ഉണ്ട്, ഇവിടെ പക്ഷേ 2 പീസേ ഉള്ളൂ. അപ്പോൾ ഈ 2 പീസ് ഉള്ളിടത്തോട്ട് ഈ നടുക്കത്തെ പീസ് ഒന്ന് ഉയർത്തി കൊടുക്കണം. അതായത് ഇതാ ഇതുപോലെ ആക്കി കൊടുക്കണം. കാണിക്കാൻ വേണ്ടി മാത്രം A4 ഷീറ്റ് എടുത്തതേ ഉള്ളൂ.
ചുളുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ അപ്പോൾ നമ്മളിങ്ങനെ പൊക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ചാച്ചാജി തൊപ്പി ഇവിടെ റെഡിയാണ്. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു A4 ഷീറ്റ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ തലയിലൊക്കെ വെക്കേണ്ട രീതിയാണെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് ചാർട്ട് പേപ്പറിലൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി ഞാൻ എത്തുന്നവരെ ബൈ.